എൻ്റെ ബാപ്പയും സഹോദരൻ്റെ മകനും അവിടെ മരിച്ചു കിടക്കുകയാണ്. ഒരാൾ സ്ലാബിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞ് സഹോദരൻ്റെ മകൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആരെങ്കിലും അങ്ങോട്ട് ചെല്ലണമെന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ് ഇർഷാദും ബന്ധുക്കളും. വയനാട് മുണ്ടക്കയിലെ ദുരന്തഭൂമിയിലെ പ്രിയപ്പെട്ടവർക്കരികിലേക്ക് എത്താനാവാതെ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇർഷാദ്. 1.5 കിലോമീറ്റർ പോയാലേ അങ്ങോട്ടെത്താനാകൂ. അതിന് ഈ പുഴ കടക്കണം. ഹെലികോപ്റ്റർ അല്ലാതെ അങ്ങോട്ട് കടക്കാനാകില്ലെന്നും ഇർഷാദിൻ്റെ പിതൃ സഹോദരൻ പറയുന്നു. താഴെ ബാപ്പയും അനിയനും മരിച്ചു കിടക്കുകയാണ്. ഒരു കുട്ടി കുടുങ്ങിക്കിടക്കുകയാണ്. ഒരാൾക്ക് ജീവനുണ്ട്, അവന് പുറത്തു കിടക്കാനാകുന്നില്ല. മുണ്ടക്കൈ ടൗണിലെ സുഹൈൽ എന്ന യുവാവ് ദുരന്തം നടന്ന വീടിനകത്തു നിന്നും വേദനയും നിസ്സഹായതയും നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതാണിത്. വെള്ളം കുത്തിയൊലിച്ച് സുഹൈലിൻ്റെ വീട്ടിലുമെത്തി. മരവും മണ്ണും ചെളിയും കെട്ടിടാവശിഷ്ടങ്ങളുമെല്ലാം അടിഞ്ഞുകൂടി വൻ ദുരന്തമാണ് വീടിനകത്തുണ്ടായത്. അപകടത്തിൽ പിതാവും സഹോദരനും മരിച്ചെന്നാണ് സുഹൈൽ വെളിപ്പെടുത്തിയത്. ഞങ്ങൾ മുകളിലെത്ത നിലയിലും അവർ താഴെയുമാണുള്ളത്. നിരവധി പേരെ വിളിച്ചിട്ടും ആരും ഇതുവരെ വന്നു നോക്കിയില്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നായിരുന്നു സുഹൈലിൻ്റെ അഭ്യർത്ഥന. മണ്ണും വെള്ളവും മരവുമെല്ലാം വീടിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. വീടിൻ്റെ ബീമൊക്കെ വന്നാണ് വീട്ടിൽ അടിഞ്ഞിരിക്കുന്നത്. അതിനകത്താണ് അനിയൻ കുടുങ്ങിക്കിടക്കുന്നത്. രാവിലെ 6 മണി മുതൽ കാത്തു നിൽക്കാൻ തുടങ്ങിയതാണ്. പലരെയും വിളിച്ചിട്ടും ഉച്ചസമയം വരെയും ഒരാളും തിരിഞ്ഞു നോക്കിയില്ലെന്നും സുഹൈൽ പറഞ്ഞു. ദുരന്തത്തിൻ്റെ ജീവിക്കുന്ന ഇരകളിൽ ഒരാളുടെ വാക്കുകൾ: കുട്ടികളെയും കുടുംബത്തെയും കൂട്ടി ഉമ്മാനെ കാണാൻ പോയതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. എല്ലാം പോയി. ഇപ്പോൾ ഈ ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ. പോയിക്കോട്ടെ, ഒന്നും വിഷയമല്ല, എല്ലാം ദൈവം തന്നതല്ലേ. കുത്തിയൊലിച്ച ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബാപ്പു വിറങ്ങലിച്ച ശബ്ദത്തിൽ പറയുന്നു. തലനാരിഴയ്ക്കാണ് ബാപ്പുവും കുടുംബവും രക്ഷപ്പെട്ടത്. തലേ ദിവസം മക്കളെയും ഭാര്യയെയും കൂട്ടി അകലെയുള്ള മാതാവിനെ കാണാൻ പോയതായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ വീടടക്കം ഒലിച്ചുപോയ നടുക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ അറിയുന്നത്. അയലത്തൊരു വീടാണ് ഉണ്ടായിരുന്നത്. ആ കുടുംബം പൂർണ്ണമായും പോയി. അവരെ കിട്ടിയില്ല. ഇവിടെ മുഴുവൻ വീട് തന്നെയായിരുന്നു. 250-നടുത്ത് വീടുകളുണ്ടായിരുന്നു. മരണസംഖ്യയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാലേ ഇനി കുടുംബത്തിൽ എത്ര പേർ ബാക്കിയുണ്ടെന്ന് അറിയാനാകൂ. ദൈവത്തിൻ്റെ വിധി, അത് തടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഉമ്മാൻ്റെയും കുട്ടികളുടെയും ഭാഗ്യം കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ അങ്ങനെ സംഭവിക്കില്ലെന്ന വിശ്വാസത്തിലായിരുന്നു ഇതുവരെ. പുഴ അപ്പുറത്തുകൂടിയായിരുന്നു പോയിരുന്നത്. ഇവിടെ ഒരു വെള്ളച്ചാൽ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പുഴ പോലെയായി. ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമായിരുന്നു. അടുത്തടുത്തായി വീടുകളായിരുന്നു. ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും ബാപ്പു പറഞ്ഞു. പുത്തുമല പൊട്ടിയിട്ടും ഇവിടെ കാര്യമായി ബാധിച്ചിട്ടില്ല. ആ വിശ്വാസത്തിലാണ് എല്ലാവരും ഇവിടെ നിന്ന് മാറാതെ നിന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കയിലുണ്ടായിരുന്ന വീടുകളെല്ലാം ഒലിച്ചുപോയെന്ന് നാട്ടുകാരനായ ഫൈസൽ പറയുന്നു. മുണ്ടക്കയിലെ ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഫൈസൽ. കൈക്കുഞ്ഞുങ്ങളും പ്രായമായവരുമടക്കം 100 കണക്കിന് പേർ റിസോർട്ടിലുണ്ട്. പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഇരട്ടിയാണ് മുണ്ടക്കയിലുണ്ടായിരിക്കുന്നത്. ഒരുപാട് വീടുകൾ തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് പുഞ്ചിരിവട്ടം എന്ന പ്രദേശം. ആ പ്രദേശം മൊത്തം നശിച്ചു. വീടുകൾ നിന്നിടത്തെല്ലാം പാറക്കല്ലുകളും ചെളിക്കൂമ്പാരങ്ങളും മാത്രമാണ് കാണുന്നതെന്നും ഫൈസൽ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2ാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഞങ്ങളുണ്ടായിരുന്ന റിസോർട്ടിലും കുലുക്കമുണ്ടായിരുന്നു. പ്രായമായവരടക്കം കരയുകയായിരുന്നു. രാവിലെയാണ് ആശ്വാസമായത്. മുണ്ടക്കയിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നു. ടൗണിലൊന്നും അവശേഷിക്കുന്നില്ല. അവിടെയാകെ ചെളി മൂടിക്കിടക്കുകയാണ്. ഞങ്ങൾക്ക് ചുറ്റും പുഴ ശക്തിയിൽ ഒഴുകുകയാണ്. ഇവിടെ ഒറ്റപ്പെട്ടു കിടക്കുകയാണ്. കുറച്ച് മനുഷ്യരെ ദൂരെ കാണുന്നുണ്ട്. രക്ഷാപ്രവർത്തകരാണോ കുടുങ്ങിക്കിടക്കുന്നവരാണോ എന്നറിയില്ല. ഇവിടെയുള്ള കൈക്കുഞ്ഞുങ്ങൾ വിശന്ന് കരയുകയാണ്. എന്തു ചെയ്യണമെന്ന് ഒരു ധാരണയുമില്ല, ഫൈസൽ കൂട്ടിച്ചേർത്തു. ഭീകരമായ അവസ്ഥയാണിവിടെ ഇപ്പോൾ. ഞങ്ങളുടെ വീടൊന്നും കാണാനില്ല. പറമ്പിൽ 3-4 ബോഡികൾ വന്ന് കിടക്കുന്നുണ്ട്. ഒരുപാട് മരങ്ങൾ കുത്തിയൊലിച്ചു വന്ന് ഒരു പുഴയുടെ ആകൃതിയിലായി മാറിയിട്ടുണ്ട്. വീടുള്ള ഭാഗത്തെല്ലാം മരങ്ങൾ അടിഞ്ഞ് പുഴ പോലെയായിട്ടുണ്ട്. ഇന്നലെ മാറിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് 1-2 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. കുറേ വീടുകളിൽ ചെളിയും വെള്ളവും വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ദുരന്തം കുത്തിയൊലിച്ചെത്തിയ രാത്രി പുലർന്നപ്പോൾ തങ്ങളുടെ വീട് നിന്ന സ്ഥലം പുഴ പോലെ നിരപ്പായി കിടക്കുന്നതാണ് കണ്ടതെന്ന് ചൂരൽമല വില്ലേജ് റോഡിലെ ശകുന്തള പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ 1:30-ഓടെയാണ് മുണ്ടക്കയിൽ നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ചാലിയാറിൽ നിന്നാണ് പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മുണ്ടക്കയിൽ ഉരുൾപൊട്ടി ചൂരൽമലയിലേക്ക് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു. 100 കണക്കിന് വീടുകളും തോട്ടം തൊഴിലാളികളുടെ പാടികളുമുള്ള മേഖലയിലാണ് ദുരന്തം നടന്നത്. 2019-ൽ ഉരുൾപൊട്ടിയ പുത്തുമലയിൽ നിന്ന് 4 കിലോമീറ്റർ മാറിയാണ് മുണ്ടക്കൈ. ചൂരൽമലയിലേക്ക് 2 കിലോമീറ്റർ മാത്രം. 17 പേരുടെ ജീവനാണ് അന്ന് പുത്തുമലയിലുണ്ടായ ദുരന്തം അപഹരിച്ചത്. 70-ലേറെ വീടുകൾ തകർന്നു. അതിൻ്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പാണ് കൃത്യം 5 വർഷമാവുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി വലിയ ദുരന്തം വീണ്ടും ആ നാടിനെ തേടിയെത്തിയത്.